So here we discuss open and closed sets. So ഇവിടെ നമുക്ക് 8 definitions ഉണ്ട്. Open disk, closed disk, open ball, closed ball, interior point of a set, boundary point of a set, interior of a set and boundary of a set. So നമുക്കറിയാം നമ്പർ ലൈനിൽ നമുക്ക് intervals ഉണ്ട്. And there are two types of intervals, open interval and closed interval. Open interval A ബിക്കകത്ത് എയും ബിയും ഇല്ല, എന്നാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്കകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, സോ അതിന് അനലോഗസ് ആയിട്ട് നമുക്ക് 2 സ്പേസിലും 3 സ്പേസിലും ഡിസ്കും ബോളും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പൺ ഡിസ്കും ക്ലോസ്ഡ് ഡിസ്കും എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് കൺസിഡർ എ സർക്കിൾ ഇൻ 2 സ്പേസ് വിത്ത് സെൻറ്റർ x0 y0 and radius delta. Then the set of all points that are enclosed by the circle but do not lie on the circle is called the open disk. സോ അതാണ് ഈ ഫിഗറിൽ കാണാവുന്നത്. നമുക്ക് കാണാം ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്സും ഉണ്ട്, എന്നാൽ സർക്കിളിലുള്ള പോയിൻറ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ an open disk contains none of the points on its bounding circle. എന്നാൽ ക്ലോസ്ഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ the set of all points that lie on the circle together with those enclosed by the circle. അതാണ് ക്ലോസ്ഡ് ഡിസ്ക്. സോ അതുപോലെ നമുക്ക് 3 സ്പേസിൽ നമുക്ക് ഓപ്പൺ ബോളും ക്ലോസ്ഡ് ബോളും അനലോഗസ് ആയിട്ടുണ്ടാവും. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ദാറ്റ് ആർ എൻക്ലോസ്ഡ് ബൈ ദ സ്പിയർ. സോ അവിടെ സർക്കിൾ എന്നുള്ളത് സ്പിയർ ആയി മാറുമെന്നേ ഉള്ളൂ. ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ദാറ്റ് ആർ എൻക്ലോസ്ഡ് ബൈ ദ സ്പിയർ ബട്ട് ദാറ്റ് ഡു നോട്ട് ലൈ ഓൺ ദ സ്പിയർ ഇസ് കോൾഡ് ഓപ്പൺ ബോൾ. ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ദാറ്റ് ലൈ ഓൺ ദ സ്പിയർ ടുഗദർ വിത്ത് ദോസ് എൻക്ലോസ്ഡ് ബൈ ദ സ്പിയർ ഇസ് കോൾഡ് എ ക്ലോസ്ഡ് ബോൾ. Okay, so disk and balls are 2-dimensional and 3-dimensional analogues of intervals on a line. So hope you understood by those 4 definitions: open disk, closed disk, open ball and closed ball. So അതുപോലെ നമുക്ക് interior point of a set എന്ന് പറയാൻ പറ്റും. So if D is a set that is in 2 space and then a point x0 y0 is called an interior point of D, if there is some open disk centered at x0 y0 that contains only points on D. സോ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവത്. സോ ദിസ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ബിക്കോസ് ഈ പോയിന്റിനെ നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താൽ ആ ഓപ്പൺ ഡിസ്കിനകത്തുള്ള പോയിന്റ്സ് ഡിയിലുള്ള പോയിന്റ്സ് മാത്രമേ വരുള്ളൂ. എന്നാൽ ബൗണ്ടറി പോയിന്റ് അങ്ങനല്ല. x0 y0 is called a boundary point if every open disk centered at x0 y0 contains both points in D and points not on D. എന്ന് വെച്ചാൽ ഇതൊരു ബൗണ്ടറി പോയിന്റ് ആകാൻ കാരണം ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താൽ ആ ഡിസ്കിനകത്ത് ഡിക്ക് അകത്തുള്ള പോയിന്റ്സും ഉണ്ടാവും ഡിയിലില്ലാത്ത പോയിന്റ്സും ഉണ്ടാവും. എന്നാൽ ഇൻറ്റീരിയർ പോയിന്റിനകത്ത് ഡിയിലുള്ള പോയിന്റ്സ് മാത്രമേ വരുള്ളൂ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റീരിയർ പോയിന്റ് ആൻഡ് ബൗണ്ടറി പോയിന്റ്. ഇനി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിന്റ്സിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിന്റ്സിനെ നമ്മൾ ബൗണ്ടറി ഓഫ് എ സെറ്റ് എന്ന് പറയും. സോ നൗ ലെറ്റ്സ് come to the definition of continuity of a multivariable function. So function f of xy is said to be continuous at x0 y0 if f of x0 y0 is defined and if limit xy tends to x0 y0 f of xy equal to f of x0 y0. That means limit exist ചെയ്യണം, ലിമിറ്റിൻ്റെ വാല്യൂ x0 y0ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് സിമിലർ ആയിരിക്കണം. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു സെറ്റിൻ്റെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ സെറ്റിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ആൻ ഓപ്പൺ സെറ്റ് ഡി ദെൻ വി സേ ദറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ഡി. അതുപോലെ ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദി എക്സ് വൈ പ്ലെയിൻ ദെൻ ഇറ്റ് ഈസ് സെറ്റ് ദറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് എവരിവെയർ. എക്സ് വൈയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, പിന്നെ ഒരു സെറ്റിലുള്ള കണ്ടിന്യൂറ്റി, പിന്നെ ദ എൻറ്റയർ എക്സ് വൈ പ്ലെയിനിലുള്ള കണ്ടിന്യൂറ്റി. ഇനിയും അടുത്തൊരു തിയറം നമുക്കുണ്ട്. സോ ആ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് എസ് എ വേ ഇൻ വിച്ച് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ടു പ്രൊഡ്യൂസ് ന്യൂ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻസിൽ നിന്ന് പുതിയ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് ഈ തിയറം സഹായിക്കും. So first bit says if g of x is continuous at x0 and h of y is continuous at y0 then f of xy is equal to g of x into h of y is continuous at x0 y0. ഇത് ക്ലിയർ ആണ്. അതായത് g x0ൽ കണ്ടിന്യൂസ് ആണ്, h y0ൽ കണ്ടിന്യൂസ് ആണ്. അവർ രണ്ടുപേരും സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് അതപ്പോൾ 2 വേരിയബിളുള്ള ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ, അത് x0 y0ൽ കണ്ടിന്യൂസ് ആയിരിക്കും. സെക്കൻഡ് ബിറ്റ് പറയുന്നത് if h of xy is continuous at x0 y0 and g of u is continuous at u, okay, then
the composition will be continuous. So generally speaking, the composition of two functions will be again continuous. If f of xy is continuous at x0, y0, and if x of t and y of t are continuous at t0, then the composition f of x of t, y of t is also continuous. The examples കാണുമ്പോൾ ഇത് അധികമായിട്ട് മനസ്സിലാവും. So ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. So the question is, show that f of xy equal to 3x square y square and g of xy is equal to sine of 3x square y square is continuous everywhere. അതായത് ത്രൂ ഔട്ട് ദി xy പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ കണ്ട തിയറമാണ് യൂസ് ചെയ്യുന്നത്. സോ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ എന്ന് എടുക്കുക, എച്ച് ഓഫ് വൈ നമ്മൾ y സ്ക്വയർ എന്ന് എടുക്കുക. അതായത് എച്ച് ഓഫ് എക്സ് വൈ നമ്മൾ ആക്ച്വലി ബ്രേക്ക് ചെയ്യാണ്. ഇപ്പോൾ ജിയും എച്ചും നോക്കിക്കഴിഞ്ഞാൽ അവർ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. മാത്രമല്ല അവർ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിരിക്കും റിയൽ ലൈനിൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് വൈ എന്ന് എഴുതാം. സോ ദ പ്രൊഡക്റ്റ് ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇൻ സിംഗിൾ വേരിയബിൾ ഇസ് continuous, and it will be continuous everywhere. So that is how f becomes continuous. അതേപോലെ g of x y എന്ന് പറയുന്നത് sin of 3x square y square ആണ്. നമ്മളത് ശരിയായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഓൾറെഡി 3x square y square നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ പി ഓഫ് യു എന്ന് പറയുന്ന സൈൻ യു, അതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, അത് നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം ത്രൂ ഔട്ട് ദ റിയൽ ലൈൻ. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ നമുക്ക് എടുക്കുമ്പോൾ അതും കണ്ടിന്യൂസ് ആയിരിക്കും. സി ജി ഓഫ് എക്സ് വൈ നമ്മൾ പി ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കുകയാണ്. അതായത് ആക്ച്വലി അതിനെ നമുക്ക് പി കോമ്പോസിഷൻ എഫ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വൈ, അങ്ങനെയാണത് പി ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആയത്. ആൻഡ് ദ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ് നമുക്കൊരു തിയറം പറയുന്നുണ്ട്. സോ ഇറ്റ് ബിക്കെയിം പി ഓഫ് 3x square y square and it is sine of 3x square y square, which also is a continuous everywhere. Now we have a note on recognizing continuous functions. സോ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് 3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, ദ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഈസ് കണ്ടിന്യൂസ്. അതുപോലെ the sum, difference or product of continuous functions is continuous, and the quotient of continuous functions is also continuous, but remember except where the denominator is 0. So denominator 0 ആകുന്ന പോയിന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സിലും അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. സോ ഇവിടെ നിങ്ങൾക്ക് 3 എക്സാമ്പിൾസ് കാണാം. ദിസ് ഇസ് എക്സാമ്പിൾ 1, 2 and 3. സോ ഈ ഫംഗ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എക്സ് ഇ റേസ് ടു എക്സ് വൈ പ്ലസ് വൈ റേസ് ടു 2/3. സോ നമ്മളിതിനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻഷ്യൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് വൈ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ ഇ റേസ് ടു എക്സ് വൈ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ അതിനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് വീണ്ടും വരും. സോ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ എക്സ് ഇ റേസ് ടു എക്സ് വൈ പ്ലസ് വൈ റേസ് ടു 2/3 ബിക്കംസ് കണ്ടിന്യൂസ്. അതേപോലെ സെക്കൻഡ് ബിറ്റ് നമുക്ക് അതുപോലെ പറയാൻ പറ്റും. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം, എക്സ് വൈ കണ്ടിന്യൂസ് ആണെന്നറിയാം. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ വന്നിട്ടാണ് മോഡുലസ് എക്സ് വൈ വന്നത്. അതുപോലെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്, എക്സ് വൈ ക്യൂബ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവരുടെ കോമ്പോസിഷനാണ് ഗോഷ് എക്സ് വൈ ക്യൂബ് വന്നത്. പിന്നെ ഇത് ഓവറോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് മാറും, റൈറ്റ്? സോ ഇതിനെ എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ 3 ഫംഗ്ഷൻസ് തന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചാൽ അറിയാം 1 + x² + y² ആണ്. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. x² y². പിന്നെ +1 വരുമ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് വിൽ നെവർ ബി 0. ഹെൻസ് വി ക്യാൻ confidently say that this function is continuous. So these are the 3 examples and the way to recognize continuous functions. So here we have 2 more questions. Evaluate the limit of this function. So നമ്മൾ continuity യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. So let's consider f of xy is equal to xy by x² plus y². So ഇത് ആക്ച്വലി ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. So denominator ഒരിക്കലും 0 ആകാൻ പോകുന്നില്ല. So clearly this is continuous. So clearly f of xy is continuous since denominator will never be 0. പോസിറ്റീവ് ആയിരിക്കുമല്ലോ. സോ അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് xy tends to -1 to will be actually f of -1 to by definition. -1 into 2 divided by -1 square plus 2 square. It will be -2 by 5. So that will be the value of the limit. Next question, discuss the continuity of this function. So rational function ആണ്, but remember f of xy is continuous
except for points where the denominator is 0. Therefore 1 minus xy equal to 0 implies xy is equal to 1. xy is equal to 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് റെസിപ്രോക്കൽ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ y is equal to 1 by x ആണ്. സോ ഇത് ആക്ച്വലി എൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്, അതൊരു ഹൈപ്പർബോളയാണ് ആക്ച്വലി, റൈറ്റ്? സോ വി മേ സേ f of xy is continuous everywhere except at the hyperbola xy is equal to 1. ഇപ്പോൾ xy is equal to 1 എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളയിലെ പോയിന്റ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് തീരും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. സോ ആസ്കിംഗ് ടു ഫൈൻഡ് എ ലിമിറ്റ് xy tends to 0 0 x square plus y square into ln x square plus y square. നമുക്കറിയാം ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ലിമിറ്റ് xy tends to 0 0 f of xy becomes 0 square plus 0 square 0 ആണ് into log 0 വരും. log 0 we know it is infinity, so it is 0 into infinity and it is an indeterminate form, right? so നമ്മളിതിനെ ട്രാൻസ്ഫോം ചെയ്യണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത്, വി ആർ യൂസിങ് പോളാർ കോർഡിനേറ്റ്സ് ടു ഫൈൻഡ് ദ ലിമിറ്റ്സ് ഹിയർ. ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് നമുക്കറിയാം, പോളാർ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി x is equal to r cos theta, y is equal to r sin theta. This is Cartesian coordinates in terms of polar coordinates. Likewise, r is equal to root of x square plus y square and tan theta is equal to y by x. This is polar coordinates in terms of Cartesian coordinates. So ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് കൺവേർട്ട് ദിസ്. നമുക്കറിയാം xy tends to 0 0 ആകുമ്പോൾ r 0 പോയിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ അപ്പോൾ ഇതിനെ ഈ ലിമിറ്റിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ വിൽ ഹാവ് ലിമിറ്റ് r tends to 0 and r is always positive, right? So r tends to 0. What is x square plus y square? It is actually r square cos square theta plus r square sin square theta into ln same r square cos square theta plus r square sin square theta. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലിമിറ്റ് r tends to 0, നമുക്ക് r സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ അത് 1 ആണ്. സോ r സ്ക്വയർ ഇൻറ്റു ln ഇതും r സ്ക്വയർ എന്ന് വരും. Now we know that a log b is equal to log b raised to a. സോ ഇതിനെ നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യാം ഇവിടെ. ഇവിടെ നമുക്ക് ലിമിറ്റ് r tends to 0 r സ്ക്വയർ ഇൻറ്റു 2 ln r എന്ന് വരും. സോ ഇറ്റ് ബിക്കംസ് 2 ഇൻറ്റു limit r tends to 0 r square into ln r by 1 by r square എന്ന് എഴുതാൻ സാധിക്കും. നമ്മൾ ലിമിറ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് വാട്ട്? അഗെയിൻ വിൽ ഗെറ്റ് log 0 is infinity and 1 by 0 is infinity by infinity ഫോം വരും. സോ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് സെമസ്റ്ററിൽ പഠിച്ചതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ 0 by 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് എടുക്കാം. അതാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ പറയുന്നത്. സോ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ലിമിറ്റ് r tends to 0 ln r by 1 by r square നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. സോ ഇറ്റ് ബിക്കംസ് 2 times limit r tends to 0 derivative of ln r with in terms of r it is 1 by r square and this is negative 2 by r cube. സോ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ലിമിറ്റ് r tends to 0 ഈ നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം ആൻഡ് ഇറ്റ് ബിക്കംസ് വട്ട്? ബിക്കംസ് r സ്ക്വയർ ബൈ 2. 2 into വെട്ടിപ്പോവും, സോ ഇറ്റ് ബിക്കംസ് 0 ആക്ച്വലി. So this is how we find the limit using polar coordinates.